ശരണ്യ ഇന്നെന്താണ് നമ്മുടെ കൂട്ടുകാരെ വീഡിയോ കാണിക്കുന്നത്? സഹായിക്കാനായിട്ട് നമ്മുടെ അമ്മ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. അരിപ്പൊടി, കരിയാപ്പ്, കരിവേപ്പല്ല, വേപ്പല, കടലമാവ്, പിന്നെ നമ്മുടെ നല്ല കപ്പലണ്ടി ഉണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മസാലക്കൂട്ട്, പിന്നെ കായം. മതി ഇത്രയും പറഞ്ഞപ്പോഴേ ഇനി കണ്ടിട്ട് തന്നെ കാര്യം. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. ചെയ്യാം. അപ്പൊ നമ്മുടെ അച്ഛൻ്റെ വരുന്നുണ്ട്. അച്ഛൻ വാദിക്ക് എന്തൊക്കെ പരിപാടിയിലായിരുന്നു. അപ്പൊ നമുക്ക് ഇനി മുളക് പൊടി എല്ലാം ചേർക്കുന്ന കാണിച്ചു തരാം. ശരി. അപ്പൊ എന്നാ നമുക്ക് മുളക് പൊടി തന്നെ ആദ്യം ഇട്ടേക്കാം. ഉപ്പ് തൊട്ട് തുടങ്ങാം. ഉപ്പ് വേണം അല്ലേ? നമ്മുടെ അമ്മ അങ്ങോട്ട് ഇച്ചിരി ദൂരെ മാറി നിൽക്കുകയാണ്. എടുത്തു കൊടുക്കണ്ട. അതെ. മുളക് പൊടി, അങ്ങനെ അതെ അതിലായിട്ട് മുളക് പിന്നെ നമ്മൾ ഗരം മസാലയുടെ കൂട്ട് നമ്മൾ തന്നെ പൊടിക്കുക കേട്ടോ. അതൊക്കെ ഇടുക. ആ മസാലപ്പൊടിയൊക്കെ ഇടുവല്ലേ? നമ്മൾ തന്നെ കൂട്ടിയതാണ്. മസാലക്കൂട്ട്, പിന്നെ കുരുമുളക് പൊടി. അമ്മ അതെ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. എല്ലാം ഇത് പെട്ടെന്നുള്ളൊരു വീഡിയോയാണ് അല്ലേ? പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം. ഓണത്തിരക്കായോണ്ട് അതിരമാറ്റൊരു തിരക്കുണ്ട്. അതായത് ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ഇപ്പൊ ഇടുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ പാക്കിംഗ് തിരക്കൊക്കെയാണ് അല്ലേ? അപ്പൊ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുള്ളി വെള്ളം ഒഴിക്കണം. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ഈ പൊടിയൊക്കെ ഇടണം. കൂട്ടുകാരെ അങ്ങനെ അതേ കണ്ട ഒരു തുള്ളി വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ശരണ്യ അമ്മയും കൂടി ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതേ നമ്മുടെ അച്ഛനും കൂടി എത്തിയിരിക്കുകയാണ്. കപ്പലണ്ടി റോസ്റ്റ്. അല്ല അത് ഇവിടുത്തെ വീട്ടിലെ ആവശ്യത്തിന് ഞാൻ ഒരു കടിയാന്നറിയാം. പറയണ്ട കേട്ടോ തനിച്ചണക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കേ. പറഞ്ഞ കേട്ടോ ശൈലി നമ്മുടെ തൊഴിലിന്റെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ അങ്ങനെ കടലമാവിട്ട് എന്നിട്ട് നമുക്ക് കൈയിട്ട് ഇളക്കാൻ പറ്റത്തുള്ളൂ, തവിയിട്ട് ഇളക്കാൻ പറ്റത്തില്ല. ഇത് കൈയിട്ട് എല്ലാതെയും പിടിക്കുള്ളൂ. ഇത് മനസ്സിലായി? അല്ലാതെ സ്പൂണിട്ട് ഇളക്കുന്ന പിടിക്കത്തില്ല. കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ശരണ്യതയെ കുഞ്ഞി കൈയൊക്കെ ഇട്ട് അങ്ങോട്ട് അത് ഇളക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛനും കൂടി സഹായിക്കാൻ വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയും കൂടി സപ്പോർട്ടിന് വന്നിരിക്കുകയാണ്. പിന്നെ പിടിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ഇച്ചിരി മാവ് കൂടി ഇടണം. മാവിച്ചൂടെ ഇട്ടോ മാവ് ഇട്ടോ ഇച്ചിരി ഇട്ടോ ഇട്. അറിയാവുന്ന അച്ഛൻ പറഞ്ഞു കൊടുക്കണ കണ്ടാ. ഇനി ഒരു ഇച്ചിരി മുളക് പൊടി എടുത്തിട്ട് കളർ കിട്ടണം, അല്ലെങ്കിൽ വെളുത്തിരിക്കും. അപ്പൊ ഇതൊന്നും ഓടിക്കണ്ട. ശരണ്യനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അച്ഛൻ ഇന്നത്തെ വീഡിയോ. ചെയ്യും, എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ പോരാന്ന് നമ്മൾ പറയുന്നത്. ഞങ്ങളല്ല, നമുക്ക് പണിക്കാരനാണ് ചെയ്യുന്നത്. അറിയാം. അതെ. പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം നമ്മുടെ മാലിന്ന് തന്നതാണല്ലേ? സന്യക്ക് പെട്ടെന്ന് പേരങ്ങോട്ട് വിട്ടുപോയല്ലേ? അതെ. ഈ കാണുന്ന 2 പാത്രവും അത് തന്നെയാണ്. അതെ. എല്ലാത്തിനും പിടിക്കട്ടെ.
അങ്ങനെ അപ്പൊ ഇതൊന്ന് കണ്ട ഈ പരുവത്തിന് കുഴച്ചെടുത്തിരിക്കുക. വേണ്ട, മഞ്ഞപ്പൊടി വേണ്ട, ഈ ചുമപ്പ് പോകും, ചുമപ്പ് കളർ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇതൊന്ന് കുഴച്ചൊക്കെ എടുത്തിട്ട് കാണിക്കാം അല്ലേ കൂട്ടുകാരെ. കണ്ട അതെ ഈ പരുവത്തിനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ. അങ്ങനെ അതെ നമ്മുടെ അച്ഛൻ തന്നെ ഗ്യാസൊക്കെ കത്തിച്ച് വന്നിട്ടുണ്ട്. അതെ, ആ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കാറുള്ളു ഇവിടെ അല്ലേ ശരണ്യ? കുറച്ച് അപ്പൊ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കപ്പലണ്ടി എപ്പോഴും ഈ ഒരു പരുവേ ആക്കാവുള്ളല്ലേ, അത് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. അപ്പൊ അത് എല്ലാരും ഇവിടെ കാത്തു നിക്കുകയാണ്. കണ്ടതേ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാരും തന്നെ. അപ്പൊ നമ്മളിവിടെ കപ്പലണ്ടിയൊക്കെ എന്നും കണ്ട് പാക്ക് ചെയ്തും കണ്ടുമൊക്കെ ആ ഒരു മടുത്ത ആൾക്കാരാണ്. അതെ, പരീക്ഷണല്ല, നമുക്കറിയാവുന്ന ഒരു ഐറ്റം അല്ലേ. അതെ ചെയ്യാന്നും പറഞ്ഞ് എടുത്തു വെച്ചതാണ് ഇതെല്ലാം. അപ്പൊ അത് ചെയ്യുന്നു. കിടക്കുന്ന പാക്കിങ് ഒത്തിരി ടൈം അന്നേരമാണ് ശരണ്യ നേരെ ഈ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞത്. പറഞ്ഞാൽ എന്നെ വിളിച്ച്, അപ്പൊ ഞാൻ പറഞ്ഞ് അവിടെ തിരക്കാണ്, ശരണ്യക്ക് അറിയാം, പിന്നെ സഹായിക്കാൻ ഞാൻ എപ്പോഴും ചെല്ലാറ് ശരണ്യ വിളിക്കാതിരിക്കുകയല്ലേ വിളിക്കും. ആ കപ്പലണ്ടി ശരി, ഓക്കെ ഓക്കെ. ആ വെളിച്ചെണ്ണയൊക്കെ ചൂടായതിന്റെ സ്മെല്ല് അങ്ങോട്ട് അടിക്കണം. ആഹാ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ ആ സ്മെല്ല് അടിക്കണുണ്ടെങ്കിൽ ഒന്ന് പറയുക അല്ലേ. നല്ല വില കൂടുമെങ്കിൽ എന്താണ്, വില കൂടിയാലും നല്ല വെളിച്ചെണ്ണ. ആ എണ്ണയുടെ കളർ അത് തന്നെ ആകാൻ കാര്യം അത് തനി ആട്ടിയ എണ്ണയായ കൊണ്ടാണ് ആ ഒരു കളർ. ശരി, കൈ കൊണ്ട് എടുത്തിട്ടാ മതി ഒരെണ്ണ ഇട്ട് നോക്കട്ടെ. അതെ അതെ, അങ്ങനെയല്ല, ഒരെണ്ണം കൈ കൊണ്ട് എടുത്തിരിക്കുന്നു, ഇത് കൈ കൊണ്ട് ഇടിയെന്നല്ലേ. പെറുക്കി പെറുക്കി ഇട്ടോ ശരണ്യ, പെറുക്കി പെറുക്കി ഇങ്ങനെ ഇങ്ങനെ ഉതിർത്തിടുക. കൈ സൂക്ഷിക്കണം ശരണ്യ. ലാസ്റ്റ് പിടിച്ചാ നമ്മള് പരിപാടി തുടങ്ങി. അപ്പൊ ശരണ്യ അമ്മയും എല്ലാരും കൂടി പരിപാടി അങ്ങോട്ട് അല്ല ഇച്ചിരിശ ഇട്ടെടുത്താൽ മതി. നമ്മുടെ ചെറിയ ചട്ടിയായ കൊണ്ട് അതെ അതെ അല്ലെങ്കിൽ ഒത്തിരി തീ വെച്ചാൽ കരിഞ്ഞു പോകും. അത് പ്രത്യേകം എല്ലാരും ശ്രദ്ധിച്ചേക്കണം. അതെ, അപ്പൊ ഒന്ന് മൂത്ത് വരട്ടെ. കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ തന്നെ ഇപ്പൊ നിന്ന് വറക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാം ഈ കരിമ്പറ്റിന് തീ കൊടുത്തുമല്ലേ. അതെ അല്ലേ, അച്ഛനോട് മേടിച്ച് ശരണ്യ ഇളക്കാൻ തുടങ്ങി. നോക്കണ്ട, ഒരു കൈ വെച്ച് കൊടുത്തേക്കാം. ആണല്ലേ, ആഹാ അടിപൊളിയാണ് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല നല്ല ഭംഗിയാണ്. അതെ 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 അതെ, കണ്ട ഇങ്ങനെ ഉതിർന്ന് കിടക്കണം അല്ലേ. അപ്പൊ ഇങ്ങനെ കിടക്കണം, ഇതാണ്. അല്ലാതെ നമ്മള് കട്ടയാകരുത്. കണ്ട അതെങ്ങനെ ഈ വെള്ളത്തിന്റെ ആ ഒരു രീതി മാവാക്കി എന്നാ അതെങ്ങനെ ഉതിർന്ന് കിട്ടിക്കോളും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉടക്കാന്ന് വെച്ചെന്നാ കപ്പലണ്ടി വേറെയാകും, അങ്ങനെയാകും അല്ലേ. അപ്പൊ ഇത് കൂട്ടുകാർക്കൊക്കെ വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ്. എന്നാ മുടക്കിയിരിക്കും 1/4 കിലോ കപ്പലണ്ടി മേടിച്ച് അങ്ങോട്ട് ഇച്ചിരി കടലമാവും മേടിച്ചെന്നാ 4 മണിക്കത്തെ ചായ കുടിക്കാം.
നമ്മള് വീട്ടിൽ 4 മണിക്കല്ല എപ്പോ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാമല്ലോ. അതെ TV കാണുമ്പോഴൊക്കെ കളിച്ചു. അത് തന്നെയല്ലേ നമ്മള് വീട്ടിൽ ചെയ്യുന്ന എന്തിനും TV കാണുമ്പോഴൊക്കെ കളിച്ചോണ്ടിരിക്കുക. അല്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഐറ്റത്തിന് എപ്പോഴും നല്ല പ്രത്യേകതയാണ്. നല്ല രുചി ഉണ്ടാവും. വീട്ടിൽ ചെയ്യണതിന് നല്ല രുചി ഉണ്ടാവും. അതെ. അപ്പൊ ഇനി നമുക്കത് കോരാറായി വന്നി. അപ്പൊ കൂട്ടുകാരെ അപ്പൊ അതൊക്കെ ഏകദേശം മാറി വരണം, എന്നാലേ അത് മൂത്തൊന്ന് മനസ്സിലാകുള്ളൂ. കൂട്ടുകാരെ ഞാൻ വെളുത്തിലും കൂടെ അതിന്റെ കൂടെ ഇട്ട കപ്പലിലേക്ക് രുചി കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഇതുകൂടി ഇതിൽ കിടന്ന് ഒന്നിച്ചാകുമ്പോഴാണ് ആ കപ്പലണ്ടിക്ക് അതിൻ്റെതായ രുചി കരിവേപ്പില ലാസ്റ്റ് ഇടത്തുള്ളൂ. വറുത്ത് കോരുമ്പോഴേ കരിവേപ്പില ഇടുകയുള്ളൂ. അപ്പൊ കണ്ട വെളുത്തുള്ളിയും കൂടി ഇട്ട് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരണി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ? അത്രയും വലിയ പാത്രം വേണ്ടമ്മ. അമ്മ ഒരു വെള്ള പാത്രം ഇല്ലേ നമ്മുടെ വെള്ള പ്ലേറ്റ്, അതാണ് അടിപൊളി. അങ്ങനെ കോരിക്കൊണ്ടിരിക്കുകയാണ് കണ്ട. അങ്ങനെ നല്ല ഒച്ച കേൾക്കണുണ്ടല്ലേ കൂട്ടുകാരെ. അങ്ങനെ അതെ രണ്ടാമത്തെ ട്രിപ്പും ശരണ്യ അച്ഛനും കൂടി അങ്ങോട്ട് ഇട്ടണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇതിനൊക്കെ ഒരു തുള്ളി എണ്ണയുടെ ആവശ്യമുള്ളല്ലേ? ചെറിയ നമ്മള് ചെറിയ അതെ നമ്മള് ചെറിയ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇതുകൂടി ചെയ്തിട്ടൊക്കെ നമുക്ക് കാണിക്കാം കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ വേപ്പില കൂടിയൊക്കെ ഇട്ട് വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ മാത്രമേ വറുത്ത് കോരാനുള്ളൂ, കാരണം ശരണ്യ ഇവിടെ പോലും ഇല്ല. കണ്ടാ ഉള്ള സത്യം പറഞ്ഞാണ്ട ആണല്ലേ? അല്ല, എന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. എന്നെ വിളിച്ചിട്ടാണ് പോയത്. അമ്മയ്ക്ക് നല്ലൊരു ചാൻസ് വന്നു, പക്ഷെ അമ്മ പോണില്ല. അമ്മയ്ക്ക് ഞായറാഴ്ച നാലമ്പല ദർശനത്തിന് പോകാനായിട്ട് അയലോക്കത്തെ ചേച്ചി വന്ന് വിളിച്ചു. പക്ഷെ ശരണ്യ പറഞ്ഞു പൊക്കോന്ന്, പക്ഷെ അമ്മ പോണില്ലെന്നാണ് അമ്മ പറയണത്. ഞാൻ ഒറ്റക്ക്, നമ്മളെല്ലാരും കൂടി പോയി ശീലിച്ചാണ് എനിക്ക് ഒറ്റക്ക് അല്ല ഒന്ന് പോകണ്ടേ? അങ്ങനെയൊക്കെ അല്ലേ പോകേണ്ടത്. അപ്പൊ വെളുപ്പിനെ 4 മണിക്ക് ഇവിടെ നിന്ന് നാലമ്പല ദർശനത്തിന് തൃശ്ശൂരാണ്. അപ്പൊ വണ്ടി വിടണമെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെയാണ് ഞങ്ങളുടെ അമ്മക്ക് ചെറിയൊരു പേടിയൊക്കെയാണ്. വയസ്സാകുമ്പോ പോകാൻ പറ്റുവാ? വയസ്സാകുമ്പോ പോകണ്ടെന്നൊക്കെ വീട്ടിൽ കിടക്കും. അച്ഛന്റെ അഭിപ്രായം തന്നെ. അങ്ങനെ ഒരു ഒറ്റക്ക് പോവുകയല്ല. പോണെങ്കിൽ ഒന്നെങ്കിൽ ഞാനെങ്കിലും വേണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ പോകും. ഇവിടുത്തെ കട ഇവിടുന്ന് ഈ നമ്മുടെ മകലിന്റെ അറ്റം കഴിഞ്ഞാൽ ഒരു കടയുണ്ട്. ആ കടയിലാട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങൾ പോകണം, അല്ലെങ്കിൽ ഷിജിമോൻ പോകണം. പിന്നെ ശരണ്യൊക്കെ തയ്യാറാണ്, എപ്പോഴും തന്നെ പോകും. ശരണ്യൊക്കെ അങ്ങനെയുള്ളതൊന്നുമില്ല. ശരണ്യനെ ഞങ്ങൾ വിടത്തില്ല. കാരണം തന്നെ ഇത്രക്കത്തിലല്ലേ ഉള്ളു. ഞങ്ങൾ നോക്കി നിൽക്കും. അഥവാ പോയാൽ ഞങ്ങൾ ഇവിടെ ഗേറ്റിന്റെ ഇരിക്കാൻ നോക്കി നിൽക്കും. അമ്മ അതുപോലും ഇല്ല, പോകുകയല്ല മനസ്സിലായി. അപ്പൊ പിന്നെ അതാണ് നാലമ്പല അല്ല ഈ 10 അമ്പലം വന്നാലും അമ്മ പോവുകയല്ല. പോകും ഞങ്ങള് കൂട്ടത്തിലുണ്ടെങ്കിൽ മാത്രം. പോകാനൊക്കെ ഇഷ്ടമാണ്. എല്ലാരും നമ്മള് വഴി പോയാൽ എന്താണെന്ന് അറിയാല്ലോ. ഇത് അയലോക്കത്ത് ചേച്ചിമാരെല്ലാരും കൂടി പോകുമ്പോ അമ്മക്ക് അങ്ങോട്ട് പോകേണ്ടതേ കാര്യമുള്ളൂ. അയലോക്കത്തുനിന്ന് വന്ന് അവര് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു പൊക്കോ, ഷിജുമോൻ പറഞ്ഞ് ശരണ്യം പറഞ്ഞ് അമ്മ പോയിട്ട് അവരുടെ കൂട്ടത്തിൽ അമ്മ പറഞ്ഞു ഞാൻ പോണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പോണെങ്കിൽ പൊക്കോ, അതിന് കുഴപ്പമില്ല. പിന്നെ ആ ഒരു കാര്യം പറഞ്ഞു, അവര് വന്നൊരിക്കൽ പറഞ്ഞു വണ്ടിയിലൊക്കെ കയറാൻ ഇച്ചിരി പ്രയാസമുണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നിങ്ങനെ ഒഴികെ പറഞ്ഞു. പിന്നെ എല്ലാം നമ്മൾ പറഞ്ഞ കാര്യം വിട്ടുപോയി. ഇതേ കൂട്ടുകാരെ ഇത് കണ്ടോ, നമ്മുടെ മാവ് റോസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയാണ്. കണ്ടാ കിട്ടുകാരെ അടിപൊളി മാവ് റോസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പറാണ് കേട്ടാ. അപ്പൊ ശരണ്യ എന്തോ ഇനി നമുക്ക് നമ്മുടെ സെയിലിന് വേറെ ആരും ചെയ്യണ്ട, ശരണ്യ തന്നെ നിന്ന് വറുത്ത് തന്നാ മതി.
എന്റെ ദൈവം. പൈസ വേണ്ട, ഒരു മാങ്ങ ജ്യൂസ് മതിയല്ലോ. ഇവിടെ എന്റെ ശരണ്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇവിടെ മാങ്ങ. മാങ്ങ ജ്യൂസ് ഇവിടെ ഫ്രിഡ്ജിൽ ഇരിക്കും. അപ്പൊ ഇന്നലെ കണ്ണനെ കൊടുത്തത്. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര ഉള്ളൂ. ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം അല്ലെ. അതുപോലെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ, പരാതി ഉണ്ടോ? അല്ല, കൂട്ടാക്കിയ കൂട്ടുകാർ പിന്നെ കൂട്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പുതുതായിട്ട് വന്നവര് കൂട്ടാക്കണം. സങ്കടമുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അതെ, അപ്പൊ കൂട്ടാക്കാൻ ആരും മറക്കല്ലേ. അപ്പൊ നല്ലൊരു വീഡിയോക്ക് വരുന്നവരെ ബൈ. ബൈ.